Welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഈ ബ്രെഡ് പിസ്സ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒരു റെസിപ്പിയാണ്. ഞാനിത് തവയിൽ ഉണ്ടാക്കുന്നതും അവനിൽ ഉണ്ടാക്കുന്നതും രണ്ടും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പമായല്ലോ. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു സ്ലൈസ് പിസ്സ കഴിക്കണം എന്നൊരു ക്രേവിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാനോ ഒക്കെ ഒരു ഐഡിയൽ സാധനമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ബ്രെഡ് പിസ്സയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാൻ പാസ്ത സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, കുറച്ച് ഒറിഗാനോ ഉണ്ട്, ഓലിവ്സ്, ചെറിയ തക്കാളി, പിന്നെ മൊസറല്ല ചീസും ബേസിൽ ലീവ്സും. ഇത് ഈ സാധനങ്ങൾ ഒഴിച്ച് ഈ പാസ്ത സോസും ചില്ലി ഫ്ലേക്സും പിന്നെ ഈ ഒറിഗാനോ ഒഴിച്ച് ബാക്കിയുള്ളത് ചീസ് കൂട്ടാം. ബാക്കിയുള്ള പച്ചക്കറി സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ കോമ്പിനേഷനിൽ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. അപ്പം ആദ്യം നമുക്ക് ഈ ഓലിവ്സും ഈ തക്കാളിയൊക്കെ മുറിക്കാം. അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ മുറിച്ച് റെഡിയാക്കി. ആദ്യം 2 വൈറ്റ് ബ്രെഡ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ പാസ്ത സോസ് ഇടാം. അതൊന്ന് സ്പ്രെഡ് ചെയ്യാം. മതി, ഉള്ളാണ്ടിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ സോഗ് ചെയ്യും. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്. കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇടണ്ട, അവർക്ക് എരിയണ്ട എന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്കൊക്കെ കുറച്ചൊരു ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു രസമല്ലേ. എന്നിട്ട് ആദ്യം ഞാൻ കുറച്ച് ചീസ് ഇടും കേട്ടോ, വളരെ കുറച്ച്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതിനങ്ങനെ ഒരു കണക്കൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ. എന്നിട്ട് ഓലിവ്സ്, ഈ സൈഡായി പോയി. ശേഷം നമുക്ക് കുറച്ച് ബേസിലിടാം. ഒരു വലിയ പിസ്സ ആണെങ്കിൽ നമുക്കിതിനെ ഈ ഇല ഫുള്ളായിട്ട് ഇടാം. ഇതിപ്പോൾ ചെറിയൊരു ബ്രെഡല്ലേ, അത് കാരണം ഞാനിതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. ഒരു വലിയ ഇലയൊക്കെ ധാരാളമായിരിക്കും ഇതിൽ. നല്ല ഭംഗിയായില്ലേ അത് കാണാൻ. അത് ഈ പിസ്സയിലിടാം. എന്നിട്ട് നമുക്ക് ഈ ചീസ് നന്നായിട്ട് ഇതിലിടാം. ഇതിന് ശേഷം നമ്മുടെ ഈ ഒറിഗാനോ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക അതിൽ. നമുക്കിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതൊരു ടോസ്റ്റർ അവനിലാണ് കുക്ക് ചെയ്യുന്നത്. റെഗുലർ ബേക്കിംഗ് അവനിലും ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ 350 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം. ഇപ്പം അവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനൊരു പാത്രം ആദ്യം വെച്ച് അതിനെ ആദ്യം നന്നായി ചൂടാക്കുക. എന്നിട്ട് തീ കുറയ്ക്കാം. അതിനുശേഷം കുറച്ച് ബട്ടർ ഇടുക അതിൽ. ഇപ്പം തീ കുറച്ചിട്ടാണുള്ളത് കേട്ടോ. ബട്ടർ മെൽറ്റായ ഉടനെ നമ്മുടെ ഈ പിസ്സയെ ഇവിടെ വയ്ക്കാം.
എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 8 തൊട്ട് 10 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമാണ് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അവനിൽ വെച്ച പിസ്സ. നമ്മൾ സ്റ്റൗവിൽ വെച്ച പിസ്സ ഞാൻ ഇത് ഈ സൈഡിലേക്ക് ഇട്ടു. ഇതിനെപ്പോൾ കണ്ടുവല്ലോ, ഇത് നമ്മുടെ സ്റ്റൗവിൽ വെച്ച പിസ്സ. രണ്ടിലും ചീസൊക്കെ നല്ല മെൽറ്റായി, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഇതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഇലയൊക്കെ അതിലിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണില്ല, ഒന്ന് സൗന്ദര്യം കൂട്ടാൻ കുറച്ച് ബേസിൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇടാം. മറ്റേതിൻ്റെ മേലെ പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊരു സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമല്ല കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തയക്കാനും നല്ലൊരു ഐറ്റമാണ്. അപ്പം ആ ഒരു ഐഡിയയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത തവണ കാണുന്നവരേക്കും ബൈ.